ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. നമ്മൾ ചെടികളുടെ കെയർ, ചെടികൾക്ക് കൊടുക്കാൻ നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ, നല്ല രീതിയിൽ പൂവിടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് വീഡിയോയിൽ പറയാറുള്ളത്. നിങ്ങൾക്ക് ഒരു കുഞ്ഞു ടിപ്പെങ്കിലും ഈ ചാനലിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. അപ്പം നമ്മളെപ്പോഴും എല്ലാ ദിവസവും പറയുന്ന പോലെ ഏറ്റവും സീറോ കോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിറയെ പൂക്കൾ, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. കഞ്ഞിവെള്ളത്തെ പറ്റിയാണ്. കഞ്ഞിവെള്ളം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പം നമ്മൾ ചോറ് വെക്കാത്തവരായിട്ട് നമ്മുടെ മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പം നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ മെച്ചമുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു 10 അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ആളൊന്നുമല്ല കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും ചെടികൾ നല്ല രീതിയിൽ തളിർത്ത് നിൽക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്, നല്ലൊരു വളമാണ് കേട്ടോ കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു 10 ഗുണങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. വീഡിയോ അവസാനം വരെ കാണണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ അല്ലേ കാണുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ലൊരു പ്രകൃതിദത്ത വളമാണ് കേട്ടോ. ഇത് ചെടീൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യമുള്ള മണ്ണിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാസവളം ഉപയോഗിക്കാതെ ചെടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കാൻ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോയിൽ ഹെൽത്ത് നല്ല രീതിയിലാക്കി, രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സോയിൽ നാശമായിപ്പോയി. ഇത് ആ പ്രശ്നം വരാതെ കഞ്ഞിവെള്ളം നല്ലൊരു ഹെൽത്തി സോയിലാക്കി മാറ്റാറുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിൽ ധാരാളം പോഷകങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്റ്റാർച്ച്. പക്ഷേ ഷുഗറുള്ള ഒരാൾക്ക് സ്റ്റാർച്ച് നല്ലതല്ല കേട്ടോ, പക്ഷേ ചെടികൾക്ക് സ്റ്റാർച്ച് നല്ലതാണ്. ഇത് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിച്ച് ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മണ്ണിൽ നല്ല രീതിയിലുള്ള ബാക്ടീരിയ, മോശം ബാക്ടീരിയ ഉണ്ട്, പക്ഷേ കഞ്ഞിവെള്ളത്തിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ വളരാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ മണ്ണിലെ പോഷകങ്ങൾ നല്ല രീതിയിലാക്കുകയും ചെടികൾ എളുപ്പത്തിൽ അത് ആഗിരണം ചെയ്തിട്ട് ചെടി നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ഇലകൾ നല്ല പച്ച കളറിലാവുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളത്തിൽ കലീഷ്യവും നൈട്രജനും അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമായിരുന്നോ? എന്നാൽ കേട്ടോളൂ, കലീഷ്യവും നൈട്രജനും കഞ്ഞിവെള്ളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളുടെ വേര് നല്ല സ്ട്രോങ് ആവാനും ഇലകൾ നല്ല പച്ച കളറിൽ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. ഇലകൾക്കൊക്കെ നല്ലൊരു തിളക്കം. ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ വീട്ടിൽ നല്ല ഇലകൾ, എന്ത് ഭംഗിയാണ് ഇവരെ ലീഫ് പ്ലാന്റ്സ് കാണാമെന്ന്. അങ്ങനെ ആളുകൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം കൊടുത്താൽ മതി. ഡയറക്റ്റ് കൊടുക്കരുത്, കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യമേ കൊടുക്കാവുള്ളൂ കേട്ടോ. നമുക്ക് കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ പൊട്ടാസ്യം അമിനോ ആസിഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെടികളുടെ ചെറിയ കീടങ്ങളെ തുരത്തി പ്ലാന്റിനെ സംരക്ഷിക്കും. ഇതിൻ്റെ ഒരു മണമല്ലേ ഈ പുഴുക്കൾക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികളിലേക്ക് പുഴുക്കളൊന്നും വരാതെ ചെടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഞ്ഞിവെള്ളം അങ്ങനെ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലകൾക്ക് കേട്ടോ. അപ്പോൾ ചെറിയ പുഴുക്കളും കീടങ്ങളും ഒന്നും നമ്മളെ പ്ലാന്റ്സിലേക്ക് അങ്ങനെ വരത്തില്ല. പിന്നെ വിത്തുകൾ മുളപ്പിക്കുക നല്ല ഐഡിയ ആണ് കേട്ടോ. വിത്തുകൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് പാകുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മുള വന്ന് വേഗം നല്ലൊരു സ്ട്രോങ് പ്ലാന്റ് ആയിട്ട് വരാൻ നല്ല ഹെൽപ്പാണ്. പിന്നെ ഇലകൾ മങ്ങി വരണ്ട ഇലകളൊക്കെ കാണില്ല. ഇപ്പോൾ വെയിൽ കാലം കൂടിയല്ലേ, അപ്പോൾ അങ്ങനെയല്ല, അത് ഒരു തരത്തിൽ അത് പോഷകക്കുറവ് തന്നെയാണ്, ഇലകൾ ഇങ്ങനെ വരണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലകളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും മങ്ങിയ ഇലകൾക്കൊക്കെ നല്ലൊരു ഗ്രീൻ ലീഫായിട്ട് വരികയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമാണ് മണ്ണിൻ്റെ pH. അപ്പോൾ കഞ്ഞിവെള്ളം മണ്ണിൻ്റെ അമ്ലത്വം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അമിതമായ അസിഡിറ്റി ഉള്ള മണ്ണിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവുകയും നല്ല രീതിയിൽ ചെടികളും പൂക്കളും ഒക്കെ അടിപൊളിയായി വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവവളമാണ് കേട്ടോ. പിന്നെ 2-3 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തണുത്ത കഞ്ഞിവെള്ളം എടുക്കുക, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക, വെള്ളം മിക്സ് ചെയ്ത് മാത്രമേ കൊടുക്കാവൂ, ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ചെടികൾ സൂപ്പറായിട്ട് വരും.
അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. ബൈ ബൈ.